റഷീദ് എന്ന ഈ മനുഷ്യനെ. ഇല്ല, റഷീദിന് മറക്കാനാവില്ല സിനിമയെ. ആദ്യ സിനിമ നൽകിയ സന്തോഷങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴും ഈ മനസ്സിൽ സങ്കടങ്ങളുണ്ട്, നിരാശകളുണ്ട്. ഞാൻ ട്രാൻസ്പോർട്ടിലൊരു റെസ്ലിംഗ് ടീമുണ്ടായിരുന്നു, അതായത് ഗുസ്തി ടീം. അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. അറ്റ് വാസ് ടൈം ഞങ്ങൾ ഓരോ സ്റ്റേറ്റും പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഈ സിനിമ വരുന്നതിന് മുൻപുള്ള സ്റ്റേറ്റിന് ഞങ്ങൾ കണ്ണൂരായിരുന്നു. ആ കണ്ണൂർ വെച്ചായിരുന്നു ഞങ്ങൾ വിൻ ചെയ്യുകയും ഞങ്ങളുടെ ഫോട്ടോ മലയാള മനോരമ തുടങ്ങിയ പത്രങ്ങളിൽ വരികയും ചെയ്തു. അത് കണ്ട് 1-2 ദിവസം കഴിഞ്ഞ് പത്മരാജൻ എന്ന് പറയുന്ന പപ്പാജിയും NL ബാലകൃഷ്ണൻ ക്യാമറാമാൻ പുള്ളിയും കൂടെ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കാരണം NL ബാലകൃഷ്ണനും ഞാനും നേരത്തെ സുഹൃത്തുക്കളാണ്. അപ്പം പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു ഫയൽമാൻ ഉണ്ട്, നമുക്കൊന്ന് പുള്ളിയെ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ വരുന്നു. അപ്പം വന്ന് എന്നെ പുറത്തേക്ക് വിളിക്കുന്നു. അവർ വരുന്ന ഒരു ഫിയറ്റ് കാറിലാണ്. അപ്പം ഫിയറ്റ് കാറിൽ വന്ന് കുറേ ദൂരെ കൊണ്ട് നിർത്തിയിട്ട് എൻ്റെ നടത്തം ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു ആ ഉദ്ദേശം പത്മരാജൻ്റെ. അപ്പം ഞാൻ ഇങ്ങനെ നടന്നു, അദ്ദേഹത്തിൻ്റെ മുൻപിൽ ചെല്ലുന്നു. എന്നോട് ചോദിച്ചു, എന്നെ അറിയാമോ? അറിയില്ല എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇങ്ങനെ ഞാനൊരു പടം എടുക്കുന്ന ഒരു ചെറിയ വേഷമുണ്ട്, അത് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ശരി, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വേളി ബോട്ട് ക്ലബിലേക്കൊന്ന് പോകാം, അവിടെ ചെന്നിട്ട് നമുക്കിതിനെപ്പറ്റി തീരുമാനിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനു കൂടെ അജയൻ എന്ന് പറയുന്ന തോപ്പിൽ ബാസിയുടെ മകനും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം നെടുമുടി വേണുവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ഞങ്ങളെല്ലാം കൂടെ ചെന്നു വേളി ക്ലബിൽ ചെല്ലുന്നു. അപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ ഈ ഹൃദയമൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹൃദയം ഈ ഭാഗം വരെ ഉണ്ട്, ഈ ഹൃദയമൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു. ഹൃദയം എടുക്കാമെന്ന് സമ്മതിച്ചു. ഹൃദയം എടുത്തു. കുറേ സ്റ്റിൽസ് എടുത്തു. അതിന് ശേഷം മീശ എടുക്കാൻ പറഞ്ഞു. മീശ എടുത്തു. അതിൻ്റെയും കുറേ സ്റ്റിൽസ് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു, നീന്താൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ നീന്താൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത ഭാഗത്ത് തന്നെ ഒരു കായൽ മാതിരി ഒരു ഇതുണ്ടായിരുന്നു, ബോട്ട് ക്ലബിൻ്റെ. അതിലങ്ങ് ചാടി കുറേ നീന്തി തിരിച്ചെന്നു. ശരിയൊക്കെ എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരിടത്തൊരു ഫയൽമാൻ എന്ന സിനിമ എടുക്കുകയാണ്, അതിലെ ഫയൽമാൻ്റെ നായക വേഷം റഷീദിനെ ഉദ്ദേശിച്ചിരിക്കുകയാണ്, അത് നല്ല രീതിയിൽ ചെയ്തു തരണം. ഞാൻ പറഞ്ഞു, അങ്ങ് പറയും പോലെ പറഞ്ഞു തന്നാൽ അതനുസരിച്ച് ഞാനും ചെയ്യാം. ഫയൽമാൻ്റെ ക്യാരക്ടർ എന്നെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തോട് ദിവസവും ഏകദേശം 1 മാസത്തോളം നികുഞ്ചം എന്ന് പറയപ്പെടുന്ന വഴുതക്കാട് ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു ഇതിൻ്റെ ചർച്ചയും മറ്റു കാര്യങ്ങളുമൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു, 1 മാസം ഇങ്ങോട്ട് വരണം. അങ്ങനെ ദിവസവും ഞാൻ 1 മാസം അങ്ങോട്ട് പോയി. വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മൊത്തം ചിട്ടകൾ അദ്ദേഹം മാറ്റി. പാൻസ് ഉപയോഗിക്കാൻ പാടില്ല, കൂടിയ ഷർട്ടുകൾ ഉപയോഗിക്കാൻ പാടില്ല, മുണ്ടും ഒരു ഷർട്ടും മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ ഫയൽമാനിലേക്ക് വരാനുള്ളൊരിതാണ്. അങ്ങനെ ആ ക്യാരക്ടർ എന്നെ അദ്ദേഹം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഈ ഫയൽമാൻ്റെ ഇത് വരുന്നത്. അപ്പം ഫയൽമാൻ്റെ ക്യാരക്ടർ ഇന്നതാണെന്നും അത് 1 മാസം കൊണ്ട് എന്നെ ശരിക്കും അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേക്ക് എടുക്കുന്നതിന് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല.